نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് ഈ ഭൂമിയിൽ പിറന്നു വീണവരാണ്. നമ്മൾ ജനിക്കുന്ന കാര്യത്തിൽ, ഭൂമിയിൽ പിറവിയെടുക്കുന്ന കാര്യത്തിൽ നമ്മളുടെ അനുവാദം ആരും നമ്മോട് ചോദിച്ചിട്ടില്ല. നമ്മൾ ജനിക്കുകയാണ് അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് ഈ ഭൂമിയിൽ. ഇനി അതേപോലെ നമ്മൾ ആരുടെയും അനുമതി തേടാതെ ചോദിക്കാതെ ഏതോ ഒരു സന്ദർഭത്തിൽ ആർക്കും പറയാൻ കഴിയാത്ത, എവിടെ എപ്പോഴൊന്നും പറയാൻ കഴിയാത്തൊരു സന്ദർഭത്തിൽ നമ്മളെ ആ പടച്ചവൻ തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഇത് ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വച്ച മാറ്റമില്ലാത്ത ഒരു നിയമമാണ്. ഭൂമിയിൽ ജനിച്ചവരൊക്കെ മരിക്കും. ആരും മരിക്കാതെ നിത്യവാസികളായിട്ട് ഈ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ല. നമ്മളുമൊക്കെ മരിച്ചു പോകും. ഏതാണ് ആ സമയമെന്ന് മാത്രമേ നമ്മൾക്കറിയാത്തതുള്ളൂ. ഈ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ ജീവിതമെന്ന് പറയുന്നത്. അതിൻ്റെ ദൈർഘ്യം എത്രയാണ്, സമയം എത്രയാണ് എന്ന് ആർക്കും ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല, കണക്കാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ജീവിതം, ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും ഒരു നിമിഷം മരിച്ച് പിരിയുകയും ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ എന്താണ് ഈ ജീവിതം? വളരെ ശാന്തമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മതവിശ്വാസമില്ലാത്ത ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഇപ്പോഴും ഒരുപോലെ പറയുന്നൊരു വാദമുണ്ട്. വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ യുഹ്ലികുനാ ഇല്ല ദഹർ.
ഇൻഹും ഇല്ലാ യളുന്നൂൻ. ഒരേ വാദമാണ്. മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതം, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ വേറൊന്നുമില്ല. നമൂത്ത് വനഹിയ, നാം മരിക്കുന്നു, ജനിക്കുന്നു. ആ പ്രക്രിയ അങ്ങനെ ഇവിടെ നടക്കുന്നു. വമാ യുഹ്ലിക്കുന ഇല്ല ദഹർ. നമ്മെ നശിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത് കാലമാണ്. കാലചക്രം കറങ്ങി വരുമ്പോൾ അതിൻ്റെ സ്വാഭാവിക പ്രക്രിയ അനുസരിച്ച് നമ്മളും മരിച്ചു പോകുന്നു. അതിനപ്പുറം ജീവിതത്തിന് ഉദ്ദേശമൊന്നുമില്ല. വമാലഹും ബിദാലിക മിൻ ഇൽമിൻ. അള്ളാഹു പറയുന്നത് ഒരറിവും ആ വിഷയത്തിൽ ഇവർക്കാർക്കുമില്ല. ഇൻഹും ഇല്ലാ യളുന്നൂൻ. വെറുതെ ഊഹിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും പുതിയ മതനിഷേധവാദം. അതേ വാദമാണ് പഴഞ്ചനായ വാദമായിട്ടാണ് അന്നത് അവതരിപ്പിച്ചിരുന്നത്. ആ പഴഞ്ചൻ വാദം തന്നെയാണ് ഇപ്പോഴും അവതരിപ്പിക്കാനുള്ള ഒരു പുതുമയില്ല. ജനിക്കുന്നു, മരിക്കുന്നു, കാലത്തിനനുസരിച്ച് നമ്മളങ്ങനെ പോകുന്നു എന്നതല്ലാതെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം അള്ളാഹു ഈ ആയത്തിൽ തന്നെ പറയുന്നത് ഒരു ഊഹം മാത്രമാണെന്ന്. നമ്മൾ ജനിപ്പിച്ച, സൃഷ്ടിച്ച അള്ളാഹു, നമ്മൾ തിരിച്ചു പിടിക്കുന്ന അള്ളാഹു, അവനാണ് നമ്മളുടെ ജീവിതം എന്താണ് എന്ന് പറയേണ്ടത്. ആ അള്ളാഹു പറഞ്ഞു തരുന്നത് ഈ ജീവിതം ഐഹിക ജീവിതം മാത്രമല്ല, മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട്, ഒരു ജീവിതമുണ്ട്, ഉറപ്പായിട്ടും അതുണ്ട്. ആ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഐഹിക ജീവിതം ക്രമീകരിക്കണം, ശരിയാക്കണം എന്നതാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. ഖുർആൻ്റെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹുവുൻ വലഇബുൻ. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് വിനോദങ്ങളും കുറച്ച് കളികളും മാത്രമാണ്. അതാണ് ഈ ദുനിയാവിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ആകെ കൂട്ടിയാൽ കിട്ടുന്ന കാര്യം അതാണ്. വൈന്നദ്ദാറൽ ആഖിറ, പരലോകം, അവിടുത്തെ ആ വീട്, ലഹിയൽ ഹയവാൻ, അതാകുന്നു ജീവിതം. അങ്ങനെയാണ് പ്രയോഗം. അവിടെ ജീവിതമുണ്ട് എന്നല്ല, അതാകുന്നു ജീവിതം. ഇവിടുത്തേതൊരു ജീവിതമായി പരിഗണിക്കുന്നില്ല. അതിന് മാത്രം എണ്ണാൻ മാത്രം കാലവും സമയവും ഒന്നുമില്ല. മരണത്തിനപ്പുറമുള്ള ലോകമുണ്ടല്ലോ, ലഹിയൽ ഹയവാൻ, അതാകുന്നു ജീവിതം. പക്ഷേ ഉലൗകാനു യഅലമൂൻ, അവർക്കറിയാമെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ്. ആ ക്ഷണികമായ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ അനശ്വരമായ ഒരു ലോകത്തേക്ക് പോകും, നശിക്കാത്തൊരു ലോകത്തേക്ക് പോകും. നിർബന്ധമായും പോയിരിക്കും. ആരെതിർത്താലും നിഷേധിച്ചാലും പോയിരിക്കും. അവിടെ സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. ആ ലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഇസ്ലാം മനുഷ്യനോട് പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇഹലോക ജീവിതത്തിലുള്ള ഒരു സമീപനം മതം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം എന്നതുകൊണ്ട് ഐഹിക ജീവിതത്തോടെ എങ്ങനെ സമീപിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സംഭവം നോക്കൂ നിങ്ങൾ. മദീനയിലാണ് സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദത്തുൽ ജറാഹ്, വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് റസൂലുള്ളാഹിന്റെ. അദ്ദേഹത്തെ അന്നത്തെ ബഹ്റൈനിലേക്ക് നികുതി പിരിക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞയച്ചു. ഓരോ ഭാഗത്തേക്കും ഓരോ ആളുകളെ വിടുകയാണ്. അതവർ ശേഖരിച്ച് മദീന പള്ളിയിൽ കൊണ്ടുവരും. അത് ആളുകൾക്ക് വിതരണം ചെയ്യും. അങ്ങനെ അദ്ദേഹം ആ ഭാഗത്തു നിന്നുള്ള നികുതിയൊക്കെ പിരിച്ചു കൊണ്ടുവന്ന് മദീന പള്ളിയിൽ വെച്ചു. ഈ വിവരം നാട്ടുകാരറിഞ്ഞു, സഹാബികളൊക്കെ അറിഞ്ഞു. നല്ല ദാരിദ്ര്യമുള്ള കാലമാണ്. പിറ്റേ ദിവസം സുബഹിക്ക് പള്ളിയിൽ നിറയെ ആളുകൾ. സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യം. പള്ളിയിൽ നിറയെ ആളുകൾ നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ
സഹാബികൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിങ്ങനെ നിന്നു. അവർക്ക് നബിക്ക് അവരെ കാണാൻ വേണ്ടി. റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട്, തബസ്സമാണ് പുഞ്ചിരിച്ചുകൊണ്ട് റസൂൽ ചോദിച്ചു, അബൂബൈദ ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്ന സമ്പത്തിൻ്റെ കാര്യം, നികുതിയുടെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട്. അതേ റസൂലെ, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടി വന്നു തന്നെയാണ്. റസൂൽ പറഞ്ഞു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, പ്രതീക്ഷ അർപ്പിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനത് വിതരണം ചെയ്യുന്നു. എല്ലാവർക്കും കൊടുക്കാനുള്ള നികുതിയാണ്, ഫണ്ടാണ്, പൊതു ഫണ്ടാണ്, ആവശ്യക്കാർക്ക് വിതരണത്തിന് എല്ലാവർക്കും ഞാനത് വിതരണം ചെയ്യും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്യം, മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് നിങ്ങൾ നശിച്ചു പോകുമോ എന്ന് പേടി എനിക്കില്ല, അതല്ല ഞാൻ ഭയപ്പെടുന്നത്. ദാരിദ്ര്യത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുമെന്നല്ല, വലാകിന്നി അഖ്ശാ അൻ തുബ്സത ദുനിയാ അലൈക്കും, നിങ്ങൾക്ക് സമ്പന്നത വർദ്ധിച്ച് അത് അധികമായി പോകുമോ എന്നതാണ് എൻ്റെ പേടി. മുമ്പുള്ളവർക്കൊക്കെ അധികരിച്ചതുപോലെ. എന്നിട്ട് ഫതനാഫസൂഹാ, എന്നിട്ട് ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കിടമത്സരം നടത്തും, മുമ്പുള്ളവർ നടത്തിയതുപോലെ. ഫതുഹ്ലികക്കും കമാഹ്ലക്തുഹും, അങ്ങനെ ആ സമ്പത്തിന് വേണ്ടിയുള്ള കിടമത്സരം അവരെ മുമ്പ് കാലത്തുള്ളവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുമോ എന്നതാണ് എൻ്റെ ആശങ്ക. അല്ലാതെ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലല്ല, സമ്പന്നരുടെ കാര്യത്തിലാണ് എനിക്ക് ഭയമുള്ളത് എന്നാണ്. നോക്കിയത് റസൂൽ പറയുന്നത് വളരെ ദരിദ്രരായൊരു ജനവിഭാഗത്തിന് മുമ്പിലാണ്. അവരത് കിട്ടാൻ വേണ്ടി ആശിച്ചു വന്നതാണ്, അവർക്ക് കൊടുക്കുകയും ചെയ്യും, കൊടുത്തും ചെയ്തു. പക്ഷെ ആ നിലപാട് റസൂൽ അവിടെ വ്യക്തമാക്കുകയാണ്. മനുഷ്യന് സമ്പത്തിനോട് ആർത്തി ഉണ്ടാകും, സ്വാഭാവികം തന്നെയാണ് അതൊക്കെ, അതൊന്നും മതം അംഗീകരിക്കാത്ത കാര്യമല്ല. പക്ഷെ അതിലുള്ള കിടമത്സരം, അത് വാരിക്കൂട്ടാനുള്ള വ്യാമോഹം, അത് മനുഷ്യനെ പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധം നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരകലം പാലിച്ചുകൊണ്ട് വേണം ദുനിയാവിനോട് പെരുമാറാൻ. എപ്പോഴും ദുനിയാവിനോട് ഒരകലം പാലിച്ചുകൊണ്ട് പെരുമാറണം. അതിൻ്റെ അടിമയായി നമ്മൾ മാറാതിരിക്കുക, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, നമ്മൾ അതിനെ നിയന്ത്രിക്കുക, നമ്മൾ അതിൻ്റെ യജമാനാവുക, നമ്മൾ അതിൻ്റെ അടിമയായി മാറാതിരിക്കുക. അതാണ് അള്ളാഹുവിൻ്റെ റസൂല പറഞ്ഞത്. നിങ്ങൾക്ക് സമ്പന്നത വന്ന് അതിലെ മത്സരം നിങ്ങളെ ശ്രദ്ധ തിരിച്ചു കളയുമോ എന്നാണ്. അൽഹാഖുമുത്തകാസുർ, നോക്കുക, ആ വാക്ക് തന്നെ നോക്കൂ നിങ്ങൾ. പെരുമ നടിക്കാനുള്ള മോഹം, വർധനവ് നടിക്കാനുള്ള മോഹം പരലോകത്തെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചുമുള്ള കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ്. ശ്രദ്ധ എപ്പോഴും അങ്ങോട്ടാണ് വേണ്ടത്, മരണാന്തര ജീവിതത്തിലേക്ക്. നമ്മുടെ ജീവിതം ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം, അതാണ് ജീവിതം. ദുനിയാവിലേത് ക്ഷണികമാണ്, താൽക്കാലികമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു സംഗതിയും നടക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് റസൂൽ ആ വാക്ക് പറഞ്ഞത്. അങ്ങനെ തന്നെ റസൂൽ പറയാൻ കാരണം, നോക്കൂ, ഖന്ദഖ് യുദ്ധം കിടങ്ങ് കുഴിക്കുന്ന യുദ്ധമാണ്. മദീനയുടെ അതിർത്തിയിലൂടെയാണ് കിടങ്ങ് കുഴിക്കുന്നത്. ശത്രുക്കൾ ഒന്നാകെ വന്നു നിൽക്കുകയാണ്, വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരെ പ്രതിരോധിക്കാനുള്ള അവസാനത്തെ തന്ത്രമായിരുന്നു അത്. മദീനയുടെ അകത്തേക്ക് കയറാൻ അനുവദിക്കാത്ത വിധം മദീനയുടെ അതിരിലൂടെ വലിയ കിടങ്ങ് കുഴിച്ചവർ, കുതിരയെ ചാടിച്ചാൽ മറുഭാഗത്ത് ചാടാൻ കഴിയാത്ത വീതിയിലും താഴെ വീണാൽ എഴുന്നേറ്റ് വരാൻ കഴിയാത്ത ആഴങ്ങളിലുമാണ് അവർ കിടങ്ങ് കുഴിക്കുന്നത്. അങ്ങനെയായിരുന്നു പ്ലാൻ. എല്ലാവരും അതിനു വേണ്ടി സജ്ജരായി കിടങ്ങ് കുഴിച്ചു. അള്ളാഹുവിൻ്റെ റസൂലും അതിനുവേണ്ടി കിടങ്ങ് കുഴിച്ചു. വലിയ പാറകൾ പൊട്ടിക്കാനുണ്ടായിരുന്നൊക്കെ ആ ചരിത്രത്തിൽ കാണാം. നല്ല പട്ടിണിയും ദാരിദ്ര്യമുള്ളവർ, നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് പോലെ വയറ്റത്തുനിന്ന് കല്ലൊക്കെ കെട്ടിവെച്ച് അവരിങ്ങനെ കിടങ്ങ് കുഴിച്ച് ഇസ്ലാമിന് വേണ്ടി പ്രതിരോധിക്കുകയാണ്. പ്രതിരോധിക്കുകയാണ്. ആ സന്ദർഭത്തിൽ
അള്ളാഹുവിൻ്റെ റസൂലിനൊന്നും അവർക്ക് കൊടുക്കാനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കേൾക്കുക, ഈണത്തിൽ പാടുന്നൊരു വരിയുണ്ട്. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിരിൽ ലിൽ മുഹാജിരീന വൽ അൻസാർ. അള്ളാഹുവേ, എല്ലാ ആളുകളും പണിയെടുത്ത് പ്രയാസപ്പെടുമ്പോൾ റസൂൽ പറയുന്ന വാക്കതാണ്, അള്ളാഹുവേ, ജീവിതമെന്നത് മരണാനന്തര ജീവിതമല്ലാത്തൊരു ജീവിതവുമില്ല. ഈ പ്രയാസങ്ങളൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല, മരണാനന്തര ജീവിതത്തിൽ കിട്ടണം ഞങ്ങൾക്ക്. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ മുഹാജിരീന വൽ അൻസാർ. ഈ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന മുഹാജിറുകൾക്കും അൻസാറുകൾക്കും പടച്ചവനെ നീ പൊറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ ഈരടി പോലെ ഇങ്ങനെ ആ ഈണത്തിൽ ചൊല്ലിക്കൊണ്ടാണ് റസൂൽ ആ കിടങ്ങിങ്ങനെ കുഴിക്കുന്നത്. അത് കേൾക്കുമ്പോൾ റസൂൽ അത് ചെല്ലുകയും റസൂൽ ആ പണിയെടുക്കുകയും ചെയ്യുമ്പോൾ ആ സഹാബികൾ അതിനോട് സഹകരിച്ച് സമാധാനത്തോടെ നിൽക്കുന്നു. നോക്കി, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് ജീവിതം എന്നത് പരലോകത്തെ ജീവിതമാണ്, ഈ ലോകത്തെ ജീവിതമല്ല, അതിനു വേണ്ടി തയ്യാറാണെന്ന്. നോക്ക്, അതിനോട് അതേപോലൊരു വാക്ക്, ആ വാക്ക് തന്നെയും അള്ളാഹുവിൻ്റെ റസൂൽ പിന്നീട് ഒരിക്കൽ പറയുന്നത് നോക്കൂ നിങ്ങൾ. റസൂൽ മരിക്കുന്നതിൻ്റെ ഏതാണ്ട് 3 മാസം നടന്നതാണ് അവിടുത്തെ ഹജ്ജ്. റസൂൽ ചെയ്ത ഹജ്ജ് ആ സമയത്താണ്. അറഫയിൽ നിൽക്കുമ്പോൾ 1,00,000-ൽ പരം അനുയായികൾ റസൂലുള്ളാഹിന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കിടങ്ങ് കുഴിക്കുന്ന ആ കാലത്തിന് ശേഷം 5-6 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും 1,00,000-ലധികം അനുയായികൾ വരുന്ന വലിയൊരു ജനസമൂഹം റസൂലുള്ളാഹിന്റെ മുമ്പിൽ അറഫയിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയൊരു തൽബിയത്ത് നോക്കൂ, ലബ്ബൈക് ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ, തീർച്ചയായും ജീവിതം എന്നത് ആഖിറത്ത് പരലോകത്തെ ജീവിതമാണ്, ഇതല്ല എന്ന് അപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നു. നമുക്ക് രണ്ട് സന്ദർഭമാണ്. ഒന്ന്, കടുത്ത പ്രതിസന്ധി നേരിട്ട ആ പ്രയാസം നേരിട്ട ആ സന്ദർഭം. രണ്ടാമത്തത്, 1,00,000-ൽ പരം അനുയായികൾ മുന്നിൽ നിൽക്കുന്ന ഏറെ സന്തോഷം തോന്നുന്ന സമയം. 2 സന്ദർഭത്തിലും റസൂൽ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എന്നത് മരണാനന്തരമുള്ള ജീവിതമാണ് എന്നാണ്. ലൗകിക ജീവിതം നമ്മളുടെ താൽക്കാലികമായ ഇടപാട് മാത്രമാണ്. അതിൽ നിന്നുകൊണ്ടല്ല നമ്മൾ ജീവിതത്തെ അളക്കേണ്ടത്. ഒരാളെയും നമ്മൾ അങ്ങനെ അളക്കേണ്ടതില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ നോക്കൂ നിങ്ങൾ. നല്ല സമ്പത്ത്, നല്ല സൗകര്യങ്ങൾ, നല്ല വീട്, നല്ല മക്കൾ, വാഹനം, സൗകര്യങ്ങളൊക്കെ ആവും. എന്താണ്? നല്ല ജീവിതമാണ്. മറ്റു പലരെയും നമ്മൾ അളക്കുന്ന അയാൾ ഭാഗ്യവാനാണ്, അയാൾ ഭാഗ്യവാനാണ്. മറ്റു ചിലരെ നമ്മൾ അളക്കുന്നത് ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്തവരെയാണ്. അതൊന്നുമില്ല, വളരെ തുച്ഛമാണ്, ഇങ്ങനെ ഒപ്പിച്ചു പോകാവുന്ന സംവിധാനം സൗകര്യമൊക്കെ ഉണ്ടാവുള്ളൂ, ജീവിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന അയാൾ വളരെ ദൗർഭാഗ്യവാനാണ്. പക്ഷെ ഒരാളുടെ ഭാഗ്യവും ദൗർഭാഗ്യവും വിജയവും പരാജയവും ഒക്കെ നിർണയിക്കുന്നത് ലൗകിക ജീവിതത്തിൽ അയാൾ എന്ത് നേടി എന്നതല്ല, മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് അയാൾ കൊണ്ടുപോകുന്നത് എന്താണ് എന്നത് മാത്രമാണ് വിജയത്തിൻ്റെ നിദാനം. നമ്മൾ ആലോചിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് അത് തന്നെയാണ്. എപ്പോഴും നമ്മളുടെ ജീവിതം മരണത്തിനപ്പുറമുള്ളതാണ് എന്ന ബോധത്തോടു കൂടിയാണ് ഓരോ കാര്യത്തോടും ദുനിയാവിൽ നമ്മൾ സമീപിക്കേണ്ടത്. ഒരകലം പാലിച്ചുകൊണ്ട്, എല്ലാറ്റിനോടും ഒരു അകലം ദുനിയാവിലെ സംഗതികളൊക്കെ ഒരു അകലം പാലിക്കുക. നമ്മൾ ആ അകലം പാലിച്ചുകൊണ്ട് അത് നന്നായി ഉപയോഗിച്ച് പരലോകത്തേക്ക് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനാണ് മതം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇതിങ്ങനെ മരിച്ചു തീരുന്ന ഒന്നല്ല, മരിച്ച് പിന്നെയും ജനിക്കുന്ന ഒന്നായതുകൊണ്ട് നല്ല ജാഗ്രതയും കരുതലും നമ്മൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. സർവശക്തനായ അള്ളാഹു അവൻ്റെ നിർദ്ദേശം പോലെ ജീവിച്ച് മരിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഒരാൾ മരണമടഞ്ഞാൽ അയാളുടെ കൂടെ പോകും. അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിക്കുന്ന രൂപമാണത്. നമുക്ക് റസൂൽ ഇങ്ങനെ പറഞ്ഞില്ല, മൂന്ന് കാര്യങ്ങൾ ഒരാൾ മരിച്ചാൽ അയാളുടെ കൂടെ പോകും. അഹ്ലുഹു വ മാലുഹു വ അമലുഹു. മൂന്നും ഇങ്ങനെ എണ്ണി. എന്നിട്ട് പറഞ്ഞു അതിൽ 2 കാര്യം ഖബറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരും, 1 മാത്രം കൂടെ പോകുന്നു പറഞ്ഞു. റസൂൽ എണ്ണിയത് ഒന്ന് അയാളുടെ കുടുംബങ്ങളും ബന്ധുക്കളും ഒക്കെ അയാളുടെ കൂടെ അനുഗമിക്കും. സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു സംഗതി. അയാളെ കുളിപ്പിക്കാനും നമസ്കരിക്കാനും ഖബർ വരെ അനുഗമിക്കാനും പിന്തുടരാനും ആളുകളുണ്ടാവും. അവരൊക്കെ അതുവരെ പോകും. ഖബറിൻ്റെ അടുത്ത് അവർ മടങ്ങും. രണ്ടാമത് പറഞ്ഞത് മാലുഹു, സമ്പത്ത്. സമ്പത്തിൻ്റെ സ്വഭാവം, ചില ആളുകൾ സമ്പന്നരായിരിക്കും, അതിൻ്റെ സ്വാധീന വലയത്തിലുള്ള ആളുകളൊക്കെ അയാളുടെ കൂടെ പോകും. അല്ലെങ്കിൽ ചില സ്വഭാവം അനുസരിച്ച് സമ്പന്നതയുടെ ലക്ഷണങ്ങൾ അയാളുടെ കൂടെ ഖബറിലേക്കും പോകും. വലിയ ആളുകളൊക്കെ മരിക്കുന്നതിൻ്റെ ഫോട്ടോകളും ചിത്രങ്ങളും വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ സമ്പന്നതയുടെ ലക്ഷണമൊക്കെ അവിടെയും കാണിക്കും. അതും അവിടെ നിന്ന് മടങ്ങും. അയാളുടെ കൂടെ ഖബറിലേക്ക് പോകുന്നത് അമലുഹു, അയാളുടെ കർമ്മങ്ങളാണ്. അത് മടങ്ങില്ല. അത് നമ്മുടെ ഖബറിലേക്ക് നമ്മളങ്ങനെ പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ പ്രവർത്തനങ്ങളും ഖബറിലേക്ക് പോകും. അത് 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഒന്ന്, നന്മയായി നമ്മൾ ചെയ്തതും പോകും, തിന്മയായി നമ്മൾ ചെയ്തു പോകും. 2 പ്രവർത്തനവും അയാളുടെ കൂടെ ഖബറിലേക്ക് പോകുമെന്നാണ്. അതിനനുസരിച്ചാണ് പിന്നീട് വിചാരണകൾ നടക്കുന്നതും രക്ഷാശിക്ഷകൾ നടക്കുന്നതൊക്കെ. ഇത് ഇത് റസൂൽ എന്തിനാ പറയുന്നത്? ദുനിയാവിലെ ഈ സമ്പാദ്യങ്ങളൊന്നും നമ്മുടെ കൂടെ ഖബറിലേക്ക് വരില്ല. ഒരാളുടെ സമ്പാദ്യവും വരില്ല. ലൗകികമായ സമ്പാദ്യങ്ങൾ ഖബറിലേക്ക് വരില്ല. നമ്മൾ എത്ര വിഭവങ്ങൾ ഒരുക്കിയാലും ദുനിയാവിൽ അത് ഉപയോഗിക്കുന്നതിനൊരു കണക്കുണ്ട്. നിങ്ങൾ നോക്കിയിട്ടില്ല അതൊക്കെ? വലിയ സമ്പന്നരായ പരകോടീശ്വരന്മാരായ ആളുകൾ അവരെന്ത് സൗകര്യം ഉപയോഗിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരം അവരും കഴിക്കും, വസ്ത്രം അവരും ധരിക്കും. ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാവും, ബാക്കി ഒന്നും ആ പണം കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഇനി അതൊന്നുമില്ലാത്ത ആളുകൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ഏതാണ്ട് എല്ലാവരും ജീവിത സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ. ആ പരമദാരിദ്ര്യം വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വലിയ സമ്പന്നനും അതിൻ്റെ താഴെയുള്ളവരൊക്കെ ഏതാണ്ട് ജീവിത സൗകര്യങ്ങൾ ചിലപ്പോൾ അവരെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സാധാരണക്കാരൻ ജീവിക്കുന്നു നമ്മളുടെയൊക്കെ നാട്ടിൽ. പിന്നെന്താ ബാക്കിയുള്ളത്? ഇതിനു വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ, സമ്പത്ത് സ്വരൂപിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ. ആ നെട്ടോട്ടങ്ങൾക്കിടയിൽ മതം പല വഴികളിലും നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകും. ശ്രദ്ധിക്കാതിരുന്നാൽ, നല്ല ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിൽ ആ നെട്ടോട്ടത്തിനിടയിൽ നമ്മളുടെ ദീൻ ധനത്തിൻ്റെ മുന്നിൽ കൊഴിഞ്ഞു പോകും. ചിലപ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ദീൻ കൈമോശം വരാൻ പാടില്ല. ഓടി ഓടി ബാക്കി നിൽക്കുന്ന എന്താണെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വലിഞ്ഞു മുറുകിയ ഞരമ്പുകളും ക്ഷീണിച്ച് തളർന്ന ശരീരവും ഉറക്കം കിട്ടാത്ത രാവുകളും ആരോടും മനസ്സ് തുറന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാത്ത കടുത്ത മനസ്ഥിതിയുമായി നടക്കേണ്ടി വരുന്ന എത്ര സമ്പന്നരാ നോക്കൂ നമ്മുടെ ചുറ്റുള്ളത്. ഒന്ന് ശാന്തമായി ഒഴിഞ്ഞിരുന്ന് മനുഷ്യന്മാരോടൊന്ന് മനസ്സ് തുറന്ന് പുഞ്ചിരിക്കാൻ അവർക്ക് സമയം കിട്ടില്ല.
ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട് ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. ഒന്നിനും സമയം കിട്ടുന്നില്ല, അത്ര തിരക്കാണ്. കയ്യിൽ മൊബൈലുകളും സൗകര്യങ്ങളും ഒക്കെ നല്ലതാണ്, നമ്മൾക്ക് ആവശ്യമാണ്, അതിനു വേണ്ടി തന്നെയാണ് അതൊക്കെ. പക്ഷെ അതിൻ്റെ കയ്യിൽ നിന്ന് അത് നമ്മളെ പിടിച്ച് നിയന്ത്രിക്കുകയാണ്. നമ്മൾ എവിടെ പോയാലും നമ്മളുടെ പിന്നാലെ അതുണ്ട്. അടച്ചു പൂട്ടിയ റൂമിനകത്ത് സ്വകാര്യമായി ഇരുന്നാൽ പോലും നമ്മളുടെ ആരുടെയും പെർമിഷൻ വാങ്ങാതെ അതിലിരുന്ന് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നു. ഒരു സമാധാനവും ഇല്ല ജീവിതത്തിൽ. നോക്ക്, നമ്മളൊക്കെ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. ദീൻ നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക. ദുനിയാവിലെ സൗകര്യങ്ങൾ നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഖാറൂൻ എന്ന് പറയുന്നൊരു മുതലാളിയെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ മുതലാളിയെ ഉപദേശിക്കുന്നൊരു ഉപദേശമുണ്ട്. ഫബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിനക്ക് അള്ളാഹു നൽകിയ ജീവിത സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് നീ പരലോകം ഉണ്ടാക്കുക. ഫബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. നിനക്ക് ദുനിയാവിലൊരു ഓഹരി ഉണ്ടല്ലോ, നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മറക്കും വേണ്ട, സൗകര്യമായിട്ട് ജീവിച്ചോളൂ. വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. നിനക്ക് അള്ളാഹു ധാരാളം നന്മ ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ മറ്റുള്ളവർക്ക് നീ നന്മ ചെയ്യണമെന്നാണ്. നമ്മൾക്ക് അള്ളാഹു ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്, നന്മ ചെയ്തിട്ടുണ്ട്. നമ്മളും അതേപോലെ നന്മ ചെയ്യുക. കിട്ടിയത് കൊണ്ട് പരലോകം ഉണ്ടാക്കാൻ നോക്കുക. എന്നാൽ ദുനിയാവിലെ സൗകര്യങ്ങളൊന്നും മറക്കണ്ട, നല്ല കഴിവുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ജീവിച്ചോ. ഇത് നമ്മളൊരു അടിസ്ഥാന തത്വമാണ്, ജീവിത തത്വമാണത്. ആ തത്വം ജീവിതത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ എവിടെയായാലും നമ്മളുടെ ദീനിന് കോട്ടം തട്ടാത്ത വിധത്തിൽ, പരലോകത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിൽ നമ്മൾ ജീവിതത്തെ കാണണം. ജീവിത വീക്ഷണം അങ്ങനെ തന്നെ വേണം നമ്മൾക്ക്. ദുനിയാവിന് ഒരു അകലം വെച്ച് പെരുമാറുക ദുനിയാവിനോട്. അത് നമ്മൾ വിഴുങ്ങരുത്, നമ്മളതിന് അടിമയായി പോകരുത്, നമ്മളതിനെ ഉപയോഗപ്പെടുത്തുക. ഇത് അള്ളാഹു ഇഷ്ടം പോലെ തരും. നമ്മൾ അധ്വാനിച്ചുകൊണ്ട് മാത്രം കിട്ടുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ വിധിയാണ് അതിലുള്ളത്. അതൊക്കെ നമുക്ക് ദുനിയാവിലെ ചുറ്റുപാടുകളിലൊക്കെ നോക്കിയാൽ കാണാവുന്ന സംഭവങ്ങളാണ്. ഏതായാലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളുടെ ഈ പള്ളി സ്ഥാപിക്കുകയും ഇതിൻ്റെ ആദ്യകാലത്ത് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്ത എടത്തനാട്ടുകാരനായ ടി.പി. മുഹമ്മദ് മൗലവി, അദ്ദേഹം മരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഇവിടുത്തെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ ജനാസ നടന്നത്.